ഉടനെ നമ്മളാണെങ്കിലോ ഒറ്റ അടിക്ക് സംഗതി എന്താക്കും, അവിടെ തന്നെ പരിപാടി കഴിയും. നബി തങ്ങൾ വേഗം അത് എടുത്തിട്ട് അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് കണ്ടു നിൽക്കുന്ന അവരോട് പറഞ്ഞു, ഹാറത്ത് ഉമ്മുക്ക്, അതായത് നമ്മളെല്ലാം ഉമ്മയാണല്ലോ, ആര് ആയിഷ, ഇപ്പൊ കുറച്ചെന്താണ് കുറച്ച് ഒരു ദേഷ്യമുള്ള സമയമാണ് എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് നബി തങ്ങൾ സമാധാനിപ്പിക്കാം. അപ്പം തന്നെ അതേ സ്പീഡിൽ അങ്ങോട്ട് മറുപടി വരാണെങ്കിൽ കുറച്ചേരം കഴിയുമ്പോൾ നബി തങ്ങളുടെ ഈ പെരുമാറ്റം ഇതൊക്കെ കാണുമ്പോൾ ആ ഉമ്മ വളരെ ശാന്ത, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന രൂപത്തിൽ നമ്മളും എന്താക്കണം, നമ്മളെ ഭാര്യമാരെടുത്തു എപ്പോഴും നമ്മളെ പരിപൂർണമായി നമ്മളിങ്ങനെ ബഹുമാനിച്ച് നടക്കണമെന്നില്ല. ചില സമയത്ത് അവരും എന്താക്കും, ആ സമയത്ത് നമ്മളെന്താക്കും, അവർ പറയുന്നതൊക്കെ അനുസരിച്ച് പിന്നെ റെഡിയാക്കി കൊടുക്കും. ഏതായാലും ഞാൻ വിഷയത്തിൽ കിടക്കാണ്. നമ്മൾക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മുടെ മക്കൾ. ഇൻഷാ അല്ലാഹ് ആ വിഷയങ്ങൾ മക്കളും ഭാര്യയും എല്ലായിട്ടുള്ള ആ സംഭവം നമുക്ക് വേറൊരു ഫാമിലി സെറ്റപ്പ് ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. ഇപ്പൊ ഞാൻ പറയുന്നത് നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം നമ്മുടെ മക്കളാണ്. ആ മക്കൾ തന്ന റബ്ബിന് തിരിച്ച് ശുക്ർ ചെയ്യേണ്ടത് അവരെ ചെറുപ്പത്തിൽ തന്നെ എന്താക്കണം, 7 വയസ്സായ പഠിപ്പിക്കണം, നിസ്കരിക്കാൻ വേണ്ടി അവരെ അതിനുള്ള ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കും. 10 വയസ്സായാൽ അവർ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം. ഇത് ഇസ്ലാം നിയമമാണ്, ശരീഅത്ത് നിയമമാണ്. 10 വയസ്സായിട്ടും ഈ മോനെ അടിക്കുന്നില്ല, അല്ലെ മോളെ അടിക്കുന്നില്ലെങ്കിൽ കുറച്ചങ്ങോട്ട് കഴിയുമ്പോൾ ഒരു 10, 12, 13 വയസ്സായിട്ട് ഇപ്പൊ ചെറുതല്ലേ, ഇവിടുത്തെ ടീം പറയുമ്പോൾ ബച്ച അല്ലേ, എന്നിട്ട് നിങ്ങൾ നിസ്കരിപ്പിക്കാനും സ്വബീക്കൊന്നും വിളിച്ച് കളിപ്പിക്കുന്നില്ലെങ്കിൽ കുറച്ചൊരു 12, 13, 14 വയസ്സിട്ടാകുമ്പോൾ ഈ മോന് നിങ്ങൾ നിസ്കരിക്കാൻ വിളിക്കുമ്പോൾ എന്നെ വിളിക്കണ്ടെന്ന് പറയും. അത്രയും മാത്രമല്ല, വിളിക്കണ്ടെന്ന് മാത്രമല്ല, കുറച്ചും കൂടി സ്വരം മാറ്റിയിട്ട് മറുപടി മാറ്റി പറയുന്ന മക്കളുണ്ട്. ആ കാലത്താണ് ഞാൻ എന്റെ കബറിലേക്ക് പോകുന്നു, നീ നിന്റെ കബറിലേക്ക് പോയേക്ക് എന്നെ നിസ്കരിക്കാൻ വിളിക്കണ്ട എന്ന് പറഞ്ഞ മക്കള് ഉള്ള കാലാണ്. അത് അനുഭവത്തിൽ തന്നെ പലരും പറഞ്ഞ സംഭവം. അതുകൊണ്ട് ആ സെറ്റപ്പ് മക്കളെ മാതാപിതാക്കൾ തന്നെ ചെറുപ്പം തന്നെ പഠിച്ചു വരും. മറ്റ് കാര്യങ്ങൾക്കെല്ലാം മ്യൂസിക് പഠിപ്പിക്കാനും അതേപോലെ കറാട്ടക്കും മറ്റ് എല്ലാത്തിനും ഭയങ്കര ഫീസ് കൊടുത്തിട്ട് എന്താക്കും, മക്കളെ അയക്കും. സമയമില്ലെങ്കിലും ചിലപ്പോൾ വാപ്പാക്ക് ഡ്യൂട്ടിയുള്ള സമയമായിരിക്കും, കുട്ടികളെ കറാട്ട സെന്ററിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പ്രത്യേക ലിമോസിനും ഡ്രൈവർമാരെ കേൾപ്പിക്കും. എന്നാൽ 5 വക്ത് നിസ്കരിക്കുന്നുണ്ടോ സ്വന്തം വീട്ടിലുള്ള മക്കളെ കുറിച്ചിട്ട് വാപ്പ ചിന്തിക്കാറില്ല. ഇത് റബ്ബിനോട് ചെയ്യുന്ന ധിക്കാരമാണ്. ശുക്ർ ചെയ്യേണ്ടടുത്ത് അള്ളാഹുവിനോട് ചെയ്യുന്ന ധിക്കാരമാണ്. അതുകൊണ്ട് നിർബന്ധമായിട്ടും മക്കളെ ഈ വിഷയത്തിൽ എന്താക്കണം. പിന്നെ പ്രധാനമായിട്ടുള്ളത് ചെറുപ്പത്തിൽ തന്നെ മക്കളെ പരിശുദ്ധമായ ഖുർആൻ പഠിപ്പിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചും നബി തങ്ങളെ മദ്ഹിനെ കുറിച്ചും നബി തങ്ങളെ മാതാപിതാക്കളെ കുറിച്ചും ദീനിനെ കുറിച്ചൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം. നമ്മളെ കൂട്ടത്തിൽ നമ്മൾ കുറേ വലുതായതിന്റെ ശേഷം കുറേ മധുവും വാദവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് കുറേ, എന്നാൽ നമ്മളെ മനസ്സിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്ന ഒരു സംഭവമാണ് നമ്മൾ ചെറുപ്പത്തിൽ, നമ്മളെ ചെറിയ പ്രായത്തിൽ മദ്രസയിൽ നിന്ന് റബീഉൽ അവ്വലിലും മറ്റൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ പാടുകയും പറയുകയും നബി തങ്ങളെ ഉപ്പാപ്പമാരെ കുറിച്ചും നബി തങ്ങളെ മുലകുടി ബന്ധത്തെക്കുറിച്ച് അന്ന് കേട്ടത് ഇന്നും മറക്കാത്ത മനസ്സിൽ നമ്മൾ നിൽക്കുന്നത്. അതെന്നാണ് ചെറുപ്പത്തിൽ ആ പ്രായത്തിൽ നമ്മുടെ മനസ്സിൽ കൊത്തിവെച്ച സംഭവം. അത് ഒരു കല്ലിന്റെ മേലിൽ കൊത്തിവെച്ച ചിത്രത്തെ പോലെ അങ്ങനെ തന്നെ ആ ഇത് നമ്മുടെ മനസ്സിൽ നിൽക്കും. അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ മക്കളെ എന്താക്കണം, ഈ വിഷയങ്ങൾ പഠിപ്പിക്കണം. അതിന് പ്രത്യേകിച്ച് ഇത് ഇവിടെയുള്ള രക്ഷിതാക്കളോട് മാത്രമല്ല, നമ്മളെ അധികം ആളുടെയും മക്കളൊക്കെ നാട്ടിലാണ്. ആ വിഷയം നമ്മൾ ശ്രദ്ധിച്ച് നാട്ടിലുള്ളവർക്കും ഈ എന്താക്കണം കൽപ്പനകളൊക്കെ ചെയ്യും. എന്നിട്ട് ഈ മക്കളെ മദ്രസ പഠിപ്പിക്കേണ്ട സമയത്തും നമ്മൾ എന്തെങ്കിലും ആക്കി തൽക്കാലം ഏതെങ്കിലും ഒരു മൗലാനെ കൊണ്ട് ഫാത്തിഹ പഠിപ്പിച്ച് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും പഠിപ്പിച്ച് പോരാ. നിർബന്ധമായും ഇസ്ലാമികമായ ഈ മദ്രസ ശൈലി നമ്മളെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരെ നല്ല മക്കളാക്കി വളർത്തിയില്ലെങ്കിൽ ഈ മക്കള് കുറച്ച് കാലം കഴിയുമ്പോൾ നമ്മൾക്ക് എതിരായി നേരത്തെ പറഞ്ഞ പോലെ നീ എന്നെ നിസ്കരിക്കാൻ വിളിക്കണ്ട എന്ന് പറഞ്ഞ മാത്രമല്ല, നാളെ മഹ്ശറിലേക്ക് എത്തിക്കുമ്പോൾ അവർ തിരിച്ചു പറയും, ഞാൻ നിസ്കരിക്കാത്ത അവനാകാൻ കാരണം, അല്ലെങ്കിൽ ഞാൻ ഖുർആൻ ഓതാത്ത ആളാകാൻ കാരണം, ഞാൻ കള്ളുകൂടിയനായാലും മോശമായ ആളാകാൻ കാരണം ഏറ്റവും പ്രധാനമായി എൻ്റെ മാതാപിതാക്കളാണ് എന്നീ മക്കള് മഹ്ശറയിൽ നിന്ന് വിളിച്ചു പറയും. ആ ചൂട് സഹിക്കാൻ പറ്റാത്ത സമയത്ത് അവർ വിളിച്ചു, റബ്ബന അരിനല്ലതീനി അതല്ലാന മിനൽ ജിന്നി വൽ ഇൻസ്, ഞങ്ങളെ പരിവേൽപ്പിക്കാൻ കാരണക്കാരായ ആളുകളുണ്ടല്ലോ അവരെ ഒന്ന് കാട്ടിച്ചേരണം. നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ ലിയകൂനാ മിനൽ അസ്ഫലീൻ, ഞാൻ അവരെ താഴത്തിട്ട് അവരെ നെഞ്ഞത്ത് കയറി നിൽക്കും. എനിക്ക് ഈ ചെമ്പിന്റെ തറടി ഈ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല എന്ന് മക്കള് വിളിച്ചെന്താക്കും, നമ്മൾക്കെതിരിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം.
അതായത് ഞാൻ മക്കളെ വഴിവേപ്പിക്കാൻ ഏറ്റവും കാരണക്കാരായത് ഉമ്മയും വാപ്പയാണ്. അപ്പൊ അവരെ എന്താക്കേണ്ട, ആദ്യം നരകത്ത് കടത്തിയിട്ട് പിന്നെയാണ് ഞങ്ങൾ കടത്തേണ്ടത് എന്ന് മക്കള് നമുക്കെതിരായി പ്രാർത്ഥിക്കുന്നതും നമുക്കെതിരായി വാദിക്കുന്ന ഒരു ദിവസം വരാറുണ്ട്. അതിനു മുമ്പ് നമ്മളെ മക്കളെ നല്ലവരാക്കി വളർത്താൻ നാം ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ടത് വീട്ടിൽ നിന്നുള്ള തർബിയത്ത് ചെയ്യണം. അതോടൊപ്പം മദ്രസയുടെ സംവിധാനം നമ്മൾ ഒരുക്കണം. കർണാടകക്കാരാകുന്ന നമ്മുടെ മക്കള് വളരെ പ്രയാസത്തിലാണ്. ഒന്ന്, ഇവിടെ പല മദ്രസകളും നടക്കുന്നുണ്ടെങ്കിലും ആ മദ്രസകളിൽ കുറേയൊക്കെ മലയാളമാണ്. നമ്മളധികവും മംഗലാപുരം ആ ഭാഗത്തുള്ള മക്കൾക്ക് മലയാളം നന്നായി പറഞ്ഞാൽ മനസ്സിലാകില്ല. പിന്നെ കന്നഡ നമുക്ക് തീരെയില്ല. പിന്നെന്താണ് ഇപ്പൊ ഇവിടുത്തെ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞെങ്കിൽ സ്കൂളിലൊക്കെ ഇംഗ്ലീഷ് ആയതുകൊണ്ട് ആകെ